മോട്ടിവേഷണൽ വീഡിയോസ് കേട്ട് നന്നായി എന്ന് പറയുന്ന ആരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടോ? എൻ്റെ അറിവിലില്ല. നമ്മൾ ആയിരിക്കണം നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. ചില സമയത്ത് നമ്മൾ ലൈഫിൽ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യേണ്ടത്. ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു ക്യാമ്പസ് ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കോട്സ് ഇപ്രകാരമായിരുന്നു: ഓൺലി ദ ഡെഡ് ഫിഷ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് സംടൈംസ് വി നീഡ് ടു നോ ഹൗ ടു സ്വിം. ഒഴുക്കിനൊപ്പം നീന്താൻ 1000 മീനുകളുണ്ടാവും, എല്ലാം ചത്ത മീനുകളായിരിക്കും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ നീ ഒരു ജീവനുള്ള മീനായിരിക്കണം, അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്യപ്പെട്ട ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ 10,000 തവണ ബൾബ് കത്തിച്ച് നോക്കിയിട്ടും ബൾബ് കത്താതെ ഇരുന്നു. 1001ാമത്തെ തവണയാണ് അദ്ദേഹം ബൾബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരുന്നത്. 10,000 തവണ അദ്ദേഹം ചെയ്തിരുന്നപ്പോഴും ഒരു തവണ അദ്ദേഹം വിചാരിക്കുകയാണ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഇൻവെൻഷൻ തന്നെ ഇല്ലാതായേനെ. ഏബ്രഹാം ലിങ്കൺ എന്ന് കേൾക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ അടിയിൽ നിന്ന് പഠിച്ചിരുന്ന ഒരു ഏബ്രഹാം ലിങ്കൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ലൈഫിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു ഏബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന് നെർവ്സിന് ഡാമേജ് ഉണ്ടായിരുന്നു. സ്പീക്കർ നോമിനേഷന് മത്സരിച്ചു, അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. വൈസ് പ്രസിഡന്റ് നോമിനേഷൻ മത്സരിച്ചു, അതും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഫെയില്യൂഴ്സ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന ഏബ്രഹാം ലിങ്കൺ, ഹി വാസ് എ പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ഇതുപോലാണ് ലൈഫിൽ പല കാര്യങ്ങളും. ചില സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ പുഷ് ചെയ്യാൻ. നമ്മളായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. ആരും വന്ന് നമ്മളെ പുഷ് ചെയ്യണമെന്നില്ല. സംടൈംസ് we need to know how to swim. Otherwise, you will go with the flow with a dead fish. Have a great day.